ശബരിമലയിലെ യുവതീ പ്രവേശനം, മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാനുള്ള അനുവാദം, മറ്റു മതസ്ഥരെ വിവാഹം ചെയ്ത പാഴ്സി സ്ത്രീകൾക്ക് അവരുടെ ക്ഷേത്രങ്ങൾ കയറാനുള്ള അനുവാദം, ഇതൊക്കെ സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു നിർണായകമായ നീക്കം നടത്താൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, ഇപ്പോൾ കേരളത്തിലെ പിണറായി സർക്കാർ ഉൾപ്പെടെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിൽ എന്ത് നിലപാടാണെന്നുള്ളത് കോടതി അറിയിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ അത്തരമൊരു നിലപാട് എടുക്കുമോ? ഇന്നിപ്പോൾ കോടതിയിൽ വരുന്ന കാര്യത്തിൽ സർക്കാർ നിലപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ. 9 അംഗ ബെഞ്ച് 2020 ഒന്ന് കൂടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് സിറ്റിംഗ് ഉണ്ടായില്ല. അപ്പോൾ ആ ബെഞ്ചിലെ പല ജഡ്ജിമാരും ഇപ്പോഴില്ല. അപ്പോൾ പുതിയൊരു 9 അംഗ ബെഞ്ച് ഉണ്ടാക്കണം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ആരുടെയെങ്കിലും ഇത് സത്യവാങ്മൂലമൊന്നും കോടതി ചോദിക്കില്ല. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന്. ഇതിൻ്റെ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആളുകൾ മറന്നുപോയതുകൊണ്ടാണ് ഈ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്നത്. ശബരിമലയുടെ വിധി വന്നു. ആ വിധിയിൽ റിവ്യൂ പെറ്റീഷൻസ് ഫയൽ ചെയ്യപ്പെട്ടു. ഒറിജിനൽ പെറ്റീഷൻസിനേക്കാൾ കൂടുതലാണ് റിവ്യൂ പെറ്റീഷൻസിൻ്റെ എണ്ണം. സാധാരണയിൽ ഒറിജിനൽ പെറ്റീഷനേഴ്സ് മാത്രമാണ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാറുള്ളത്. അല്ലാതെ പുതിയൊരാൾ വന്നിട്ട് നിങ്ങൾ ഇറക്കിയ ജഡ്ജ്മെൻറ്റ് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞൊരു സ്കോപ്പില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.